നമുക്കിന്ന് നല്ലൊരു പൊട്ടറ്റോ കൊണ്ട് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്രിസ്പി ആയിട്ട് എഗ് പൊട്ടറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഞാൻ നല്ലതുപോലെ ഒരു 2 പൊട്ടറ്റോ എടുത്ത് നല്ലതുപോലെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇടണം. പൊട്ടറ്റോ ഒക്കെ എപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെള്ളത്തിലോട്ട് അരിയണം, അല്ലല്ല അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇനി നല്ലതുപോലെ ഒന്ന് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞു വാരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാൻ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3-4 സ്പൂണ് ചീസുണ്ട്. ഇത് നമുക്ക് ആവശ്യമനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. പിന്നെ ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്, അത് ഞാനൊന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി വേണം, ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. പിന്നെ നമുക്കിതിന് ഒരു 2 വലിയ സ്പൂണ് മൈദയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദാമാവ് ഒരു 2 സ്പൂൺ ഇടണം. ഒരു മീഡിയം സൈസ് സവോള, ഇത് നല്ലപോലെ ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഈ പൊട്ടിട്ട് ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞു വാരി എടുക്കാം. പിന്നെ നമുക്ക് ഉണ്ടാക്കാം. മുട്ട നമുക്ക് ഒരു മുട്ട ചേർത്താൽ മതി. പിന്നെ നമ്മൾ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുമ്പം നല്ലപോലെ ചേർന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർക്കാം. ഇത് 2 പൊട്ടറ്റോ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു മുട്ട മതിയാകും. ഇല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ആവശ്യമനുസരിച്ച് ഒന്നുകൂടെ ചേർത്താൽ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരെണ്ണം ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ പൊട്ടറ്റോ ഇതുണ്ട് നല്ലതുപോലെ വെള്ളം കഴിഞ്ഞ് ഞാൻ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഒട്ടും വെള്ളമയം ഇല്ലാതെ. നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ നല്ലപോലെ ഒന്ന് പൊടിയായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, തീരെ പേസ്റ്റ് ആക്കണ്ട. ഇത് വെളുത്തുള്ളിയാണ്, അത് ചേർക്കാം. ചീസ് ചേർക്കാം. ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി, ഒരുപാട് എരിവ് ഇടണ്ട. ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നമുക്ക് പൊട്ടറ്റോയുടെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് 2 വലിയ സ്പൂണും മൈദാമാവാണ്, ഇത് ചേർക്കാം. ഒരു സവോള, മീഡിയം സൈസ് സവോള നല്ലപോലെ കൊത്തി അരിഞ്ഞാൽ അതും കൂടിയും ചേർക്കാം. എല്ലാ സാധനവും നമ്മൾ ഒരുപോലെ അങ്ങിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത്ര ആവശ്യത്തിന് നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർക്കാം. നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഒരു മുട്ടയും കൊണ്ട് തന്നെ മതിയായി. ഒരു മീഡിയം സൈസ് 2 പൊട്ടറ്റോ അല്ലായിരുന്നു, അതുകൊണ്ട് ഒരു മുട്ട മതിയായി. നമുക്കിനി ഇതൊരു കുറേശ്ശെ എടുത്തിട്ട് ഒരു പാനിനകത്ത് ഞാനൊരു പാൻ ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പാനിനകത്ത് ഇത് കുറേശ്ശെ ഇട്ട് ഉണ്ടാക്കാം. ഈ പാനിനകത്ത് ഒഴിച്ചിരിക്കുന്ന എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യണ്ട, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ കുറേശ്ശെ ഇത് വെച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് കനം കുറച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം, അല്ലെങ്കിൽ പൊട്ടറ്റോ വേവാതെ വരും. നമ്മളൊന്ന് ചെറിയതായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ പോയതൊന്നിങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചാൽ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് കനത്തേലൊക്കെ അല്ല, നമ്മൾ ഒരു സൈഡ് ഒരു 3-4 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് മറ്റ് 2 സൈഡ് ഒരു 4-5 മിനിറ്റ് നമുക്ക് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ആദ്യം എണ്ണ ചൂടായ എണ്ണ നമ്മൾ പിന്നെ മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ, സൈഡ് കരിഞ്ഞു പോകും, ആകം വേവാതെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡൊന്ന് തിരിച്ച് നോക്കാം. 2 സൈഡ് നമ്മൾ പൊട്ടിപ്പോകാതെ ഒന്ന് സൂക്ഷിച്ച് നമ്മൾ മറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇപ്പോൾ തന്നെ ആ ചീസൊക്കെ ഉള്ളിയൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത്. ഈ സൈഡ് നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ വെക്കാം. 2 സൈഡ് ഒരു 4-5 മിനിറ്റ് വീതമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഒന്ന് നല്ലപോലെ അകങ്ങ് വേവാതെ ഇരിക്കും. കെച്ചപ്പൊക്കെ കൂട്ടി തിന്നാൻ വളരെ ഒരു ടേസ്റ്റിയാണ്. ബാക്കിയുള്ളതുകൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇതുണ്ട് ക്രിസ്പി എഗ് പൊട്ടറ്റോ നല്ല റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പ് കൂട്ടിയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും. വേറെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെയും വരാം.